Hi everyone. Today we will be studying about numerical integration and also the different methods that is being present under the numerical integration. So before moving on to numerical integration, we should know what is integration. Integration എന്ന് പറയുന്നത് ഒരു ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വി ക്യാൻ സം അപ്പ് വിത്ത് ദാറ്റ് സ്ട്രിപ്സ്. അപ്പോൾ ആ ഒരു സ്ട്രൈപ്സോ നിങ്ങൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതനുസരിച്ച് ആ ഒരു ഏരിയനെ നമുക്ക് കുറേ സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ വി ക്യാൻ ആഡ് ഓൾ ദാറ്റ് സ്ട്രൈപ്സ് ആൻഡ് ദെൻ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ദാറ്റ് ഏരിയ. അങ്ങനെ ആ ഒരു സമ്മേഷനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ സിമ്പിൾ വെച്ച് പറയുന്നത്. So hence the integration is a process of measuring the area under a function plotted on a graph. ഇവിടെ ഒരു ഗ്രാഫിൽ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് വെച്ച് നമ്മളൊരു കേർവ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻസൈഡ് ദ കേർവ് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. സോ വി ഹാവ് ദാറ്റ് ഫംഗ്ഷൻ. നമ്മളൊരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ആ ഏരിയ കവർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഇൻ്റർവൽ എ ആൻഡ് ബി ആണ്. സോ ഹെൻസ് ആസ് എ റിസൾട്ട് ഈ ബ്ലാക്ക് ഷെയ്ഡഡ് പോർഷൻ നമുക്ക് ഐ എന്ന് പറയാം, which is equal to the integral limit from a to b f of x dx. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് പറഞ്ഞ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഈ ഒരു ബ്ലാക്ക് റീജിയനെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് സമ്മപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഇൻ്റഗ്രേഷനിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ടേമിനാണ് ഇൻ്റഗ്രൻ്റ് എന്ന് പറയാം. എ ഇസ് ദ ലോവർ ലിമിറ്റ് ആൻഡ് ബി ഇസ് ദ അപ്പർ ലിമിറ്റ്. സോ നമ്മൾ എഫ് ഓഫ് എക്സ് വെച്ച് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് എഫ് ഓഫ് ബി മൈനസ് പിന്നെ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എഫ് ഓഫ് എ. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എഫ് ഓഫ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് എഫ് ഓഫ് എ. ഓക്കെ, ഇപ്പോൾ ബിയും എയും ആ എക്സിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റഗ്രേഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു വാട്ട് ഈസ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മെയിൻലി ന്യൂമറിക്കൽ അനാലിസിസിൽ ഫോളോ ചെയ്യുന്നതാണ്. നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ, ഒരു ഇൻ്റഗ്രലിലെ ന്യൂമറിക്കൽ വാല്യൂൻ്റെ അൽഗോറിതവും പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ നമുക്ക് സൊല്യൂഷൻസും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ വരുന്ന ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എപ്പോഴും ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉണ്ടാകുമ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും ഉള്ളൊരു ബേസിക് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ സാധാരണയുള്ള സാധാരണയുള്ള അനലിറ്റിക്കൽ ഇൻ്റഗ്രേഷനിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വെച്ചിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ടു വേസ് ദർ ആർ ടു വേസ് ഫോർ അനലിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ യു ഹാവ്. ദാറ്റ് ഈസ് റിട്ടൺ ഇൻ യെല്ലോ കളർ. ഫസ്റ്റ് വൺ ഇസ് നമ്മളൊരു അപ്രോക്സിമേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എക്സാക്റ്റ് ആൻസർ തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആൻസർ തരാത്തിടത്തോളം കാലം നമ്മൾ അതിൽ എറർ അനാലിസിസും കൂടി പെർഫോം ചെയ്യണം. കാരണം എത്രത്തോളം എറർ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് ബാക്കി അപ്രോക്സിമേഷൻ വീണ്ടും ചെയ്യാം. സെക്കൻഡ് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള എലിമെൻ്ററി ഫംഗ്ഷൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ആൻ എലിമെൻ്ററി ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എത്രയാണ് ആ ഒരു ബൗണ്ട്സ് വെച്ചിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വെച്ച് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ തരുമ്പോൾ നമ്മൾ ആദ്യം ഏരിയയിലാണ് ഫോളോ ചെയ്യുന്നത്. ആ ഏരിയേൻ്റെ ലിമിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ എറർ അനാലിസിസ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ സെക്കൻഡ് മെത്തേഡിൽ ഏരിയ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻ്റഗ്രേഷനൊക്കെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ബേസിക് ഐഡിയ. നമ്മൾ എപ്പോഴും ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. അത് ചില സമയത്ത് ഇൻ്റഗ്രേറ്റബിൾ ആയിരിക്കും, ചിലപ്പോൾ ഇൻ്റഗ്രേറ്റബിൾ ആയിരിക്കില്ല, ഒരു ക്ലോസ്ഡ് ഫോമിലായിരിക്കും. ഇനി അതല്ല, ക്ലോസ്ഡ് ഫോമിലാണെങ്കിൽ തന്നെ ആ ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്ത് ഇൻ്റഗ്രൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു ഫംഗ്ഷൻ നമ്മളൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്തിട്ട് ബാക്കിയുള്ള അനാലിസിസും കാര്യങ്ങളും പെർഫോം ചെയ്യാം. ഇതൊരു വേഗമായിട്ട് പറയുന്ന കാര്യമാണ് വാട്ട് ഈസ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഹൗ ഇൻ്റഗ്രേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ ദാറ്റ് കോംപ്ലിക്കേറ്റഡ് ക്ലോസ്ഡ് ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് whenever we are given with a function f of x, അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. whereas we are using the method of interpolation വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാനും കൂടി പറ്റും. അതാണ് ബേസിക് ഐഡിയ. ദാറ്റ് ഈസ് whenever we are given with a function f of x is being approximated by a polynomial using interpolation which can be easily integrated. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രേഷനിൽ എങ്ങനെയാണ് ഈ ഇൻ്റർപോളേഷൻ മെത്തേഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്തെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു
of pictorial representation of the basic numerical integration. Here you can see x is plotted against, that is x-axis x values ആണുള്ളത്, y-axis അതിൻ്റെ ഫംഗ്ഷൻ f of x values ആണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കേവ് നിങ്ങൾക്ക് കാണാം. ആ കേവിൽ കുറേ ഡേറ്റ പോയിൻറ്റ്സും ഉണ്ട്. എല്ലാ ഡാറ്റ പോയിൻറ്റ്സും റെഫറൻസ് ചെയ്യുന്നത് ഒരു എക്സ് ആക്സിസിലാണ്. സോ ഹിയർ വി ക്യാൻ സി x0, x1, x2 അപ് ടു xn വരെ ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഈ ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഓരോ കോൺസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോഴാണ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൻറ്റ്. അപ്പോൾ ഇവിടെ ഓരോ ഫംഗ്ഷൻ ഇവിടെ ആയിരിക്കും എഫ് ഓഫ് x0, ഇവിടെ ആയിരിക്കും എഫ് ഓഫ് x1, എഫ് ഓഫ് x2. ഈ കാരണം റെഡ് കാണിക്കുന്നത് എഫ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വി ആർ ആഡിങ് ഹോൾ ദിസ് ഫ്രം x0 to xn, വി ആർ ആഡിങ് ഹോൾ ഓഫ് ദിസ്. We are finding the summation of this. Hence the integral of f of x is equal to the summation of I equal to 0 to n ti into f of x. ആ ഫംഗ്ഷൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട് we are adding all this. That is the weighted sum of the function values. Okay. Next we have another pictorial representation. ഇതൊരു ബാർ ഗ്രാഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തതാണ്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വി ആർ ഡിവൈഡഡ് ദ ഇൻ്റഗ്രൽ ഇൻ ടു സ്മോൾ പാർട്സ്. അതുപോലെ തന്നെ ഓരോന്നും ഇൻഡിവിജ്വലി നമുക്ക് സമ്മ് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 എന്നാണ്. യു ക്യാൻ സി 3, 5, 7, 9, പിന്നെ ഇവിടെ 0 to 12. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓരോ ഹയസ്റ്റ് പീക്കിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ആ കേവ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു കേവ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഈ ഏരിയയെ നമുക്ക് സ്ട്രൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ സ്ട്രൈപ്സും നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഇതാണ് രണ്ട് ഗ്രാഫിലും ഇതേ കാര്യം തന്നെ. ഒന്ന് ബാർ ഗ്രാഫ്, ഒന്ന് സാധാരണയുള്ള പോയിന്റ് ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് സം ഇക്വേഷൻ. ജോമെട്രിക്കലി നമുക്ക് ഇതിന് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കണ്ടു, അതിൻ്റെ ഏരിയാസ് കണ്ടു. സോ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസിൻ്റെ കോർഡിനേറ്റ്സ് തമ്മിൽ എക്സും ഉണ്ട്, പിന്നെ ഫംഗ്ഷൻസും ഉണ്ട്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻ്റർവെൽ എ ടു ബി എന്നുള്ള ആ ഇൻ്റർവെൽ നമുക്ക് സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് we can include the equation that is x0 is equal to a and h is equal to b minus a divided by n. ഈ h എന്ന് പറയുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് റീച്ച് ചെയ്യുന്ന ഇൻ്റർവെലും ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഇൻ്റർവെലും ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിൻറ്റ്സും ആണ്. അതുപോലെ തന്നെ y എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ സാധാരണ ഫംഗ്ഷൻ ആണ്. ബട്ട് അവിടെ എക്സ് ഐനിലെ ഐൻ്റെ വാല്യൂ വേരി ചെയ്യും ഫ്രം 1 to the number of points that is equal to n. Okay. Next we have ഒരു ന്യൂമറിക്കൽ ക്വാഡ്രേച്ചർ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്നുള്ള ഡെഫിനിഷൻ പഠിച്ചു. അത് നമ്മൾ എങ്ങനെയാണ് സമ്മേഷനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഓരോ പോയിൻറ്റ്സിൽ കൂടി നമ്മളൊരു ഇൻ്റർപോളേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പി എൻ ഓഫ് എക്സ്, ഓക്കെ, അതിൽ വരയ്ക്കുമ്പം ഈ എല്ലാ പോയിൻറ്റ്സും ടച്ച് ചെയ്യുന്ന വേറൊരു കേവ് ത്രൂ ആണ്. ഓൾറെഡി ഒരു കേവ് എഫ് ഓഫ് ഓൾറെഡി ഒരു ഫംഗ്ഷൻ എല്ലാ ഡാറ്റ പോയിൻറ്റ്സും ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ബട്ട് എല്ലാ ഡാറ്റ പോയിൻറ്റ്സും ടച്ച് ചെയ്യുന്ന രീതിയിൽ വേറൊരു കേവും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഹിയർ വി ക്യാൻ സീ ദ ഓവർലാപ്പിംഗ് ആൻഡ് ബിറ്റ്വീൻ ബോത്ത് ദ കേവ്സ് യൂസിങ് ദറ്റ് ഇൻ്റർപോളേഷൻ. അപ്പോൾ ഇവിടെ ഇൻ്റർപോളേഷൻ നോട്ട്സ് എന്ന് പറയുന്നത് x0 എഫ് ഓഫ് x0, പിന്നെ x1 എഫ് ഓഫ് x1, പിന്നെ ഏറ്റവും അവസാനം xn എഫ് ഓഫ് xn. അങ്ങനെ ഓരോ ഇൻ്റർപോളേഷൻ നോട്ട്സും ഉണ്ട്. നമ്മൾ ലെഗ്രാഞ്ചസ് തിയറം വെച്ചിട്ട് ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതിയ ഇക്വേഷൻ ആണിത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വി ആർ ഹാവിങ് ദി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിൻ്റെ സമ്മേഷൻ ഓഫ് ഓരോ എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഗ്രാഞ്ചസ് വാല്യൂസും കൂടി എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ലെഗ്രാഞ്ചസിൽ നമ്മൾ ഓൾറെഡി ഓരോ പോയിൻറ്റ്സിനും മൈനസ് ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് x0, എക്സ് മൈനസ് x1 അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഇൻ്റഗ്രേഷനും. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഫോമുലയാണ്. ഫോമുല എങ്ങനെ ഡിറൈവ് ചെയ്യേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ആ ഫോമുല അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ യു ഹാവ് ക്വാഡ്രേച്ചർ ഫോമുല. ഇതാണ് ക്വാഡ്രേച്ചർ ഫോമുല. ഈ ഫോമുല എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ദെൻ യു ഹാവ് ദ ഫോമുല ഫോർ എറർ ഫംഗ്ഷൻ. എറർ ഫംഗ്ഷൻ യൂഷ്വലി നമ്മൾ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം എററും ജസ്റ്റ് ഈ ഫോമുല ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ആ ഒരു ക്വാഡ്രേച്ചർ ഫോമുല, അല്ലെങ്കിൽ അതിന് വേറെ പറയുന്ന പേരാണ് ന്യൂട്ടൺ കോട്സ് ജനറൽ ഇൻ്റഗ്രേഷൻ ഓർ ദി ക്വാഡ്രേച്ചർ ഫോമുല. അപ്പോൾ യൂഷ്വലി ന്യൂമറിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു അനാലിറ്റിക്കൽ മെത്തേഡിൽ ന്യൂട്ടൺ കോട്സ് ഫോമുല, ന്യൂട്ടൺ കോട്സ് ക്വാഡ്രേച്ചർ റൂൾസ് എന്നും പറയാം, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ന്യൂട്ടൺ കോട്സ് റൂൾസ് എന്ന് പറയാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫോമുലാസ് ആണ്. നമ്മൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ഇവാലുവേറ്റിംഗ് ദ ഇൻ്റഗ്രൻറ്റ് അറ്റ് ഈക്വലി സ്പേസ്ഡ് പോയിന്റ്. ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സിൻ്റെ
വെച്ച് സമ്മപ്പ് ചെയ്ത് അതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ക്വാഡ്രേച്ചർ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നെയിം പറയുന്ന പോലെ തന്നെ ഐസക് ന്യൂട്ടൺ ആൻഡ് റോജർ കോട്സ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റഗ്രേറ്റിൻ്റെ വാല്യൂ ഒക്കെ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഉണ്ടാകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ പോയിന്റിൻ്റെ വാല്യൂ ചേഞ്ചസ് വരുമ്പോൾ ഇനി അഥവാ ഈക്വലി സ്പേസ്ഡ് അല്ല എങ്കിൽ നമുക്ക് അതനുസരിച്ച് വേറെയും മെത്തേഡ്സ് ഉണ്ട്. ഗോഷ്യൻ ക്വാഡ്രേച്ചറും പിന്നെ ക്ലെൻസോ കുർട്ടീസ് ക്വാഡ്രേച്ചർ മെത്തേഡും സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് മെത്തേഡും വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രൻറ്റിൻ്റെ ആ വാല്യൂ കണ്ടുപിടിക്കാം. വേർ ദ പോയിന്റ് വാല്യൂസ് ആർ നോട്ട് ഈക്വലിറ്റി അല്ലാത്ത കേസ് നമുക്ക് ക്ലെൻസൺ കർട്ടീസ് ക്വാഡ്രേച്ചർ ഫോർമുലയും ഗോഷ്യൻ ക്വാഡ്രേച്ചറും യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് തിയറട്ടിക്കലി പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ ഈ മോഡ്യൂളിലും പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. ബട്ട് പ്രോബ്ലംസിലോട്ട് ഡയറക്റ്റ്ലി പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം തിയറട്ടിക്കൽ കുറച്ച് പഠിക്കണ്ടേ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഫോർമുല, നമ്മുടെ ക്വാഡ്രേച്ചർ ഫോർമുല മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത്. ഇതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ വി ആർ ഫോളോയിങ് ഓൺ ദ മെയിൻലി വി ആർ ഫോക്കസിങ് ഓൺ ദ ഇൻ്റർവെൽ a, b. അപ്പം നമുക്ക് x0 a പിന്നെ ഏറ്റവും അവസാനത്തെ xn = b എന്നുണ്ട്. അതനുസരിച്ച് നമുക്കൊരു ഫോർമുല ഉണ്ട്. സോ ക്ലോസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് xiൻ്റെ വാല്യൂ a + ih എന്ന് എടുക്കണം. നേരത്തെ കണ്ട പോലെ തന്നെ h = b - a/n എന്ന് എടുക്കണം. ഇനി ഓപ്പൺ ഫോംസ് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് n+2 ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കണം. സോ ഇവിടെ നമ്മൾ ഈ wi എന്ന് പറയുന്ന കാര്യത്തിലാണ് നമ്മൾ വെയ്റ്റ്സ് എന്ന് പറയുക. ഈ h എന്ന് പറയുന്നതിന് സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. സോ ഇത്രയും ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് പോളിനോമിയൽ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡിപ്പെൻഡൻസി വെച്ചിട്ട് നമുക്ക് ഇൻ്റർപോളേഷൻ പോളിനോമിയൽ നമുക്ക് ലഗ്രാഞ്ചസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഇത്. ദാറ്റ് ഈസ് f of x dx is equal to integral a to b. നമ്മൾ നോർമൽ അതാണ്. ഇതിൽ f of x വരെ ലഗ്രാഞ്ചസ് പോളിനോമിയൽ l of x കൊണ്ടുവന്നു. ലഗ്രാഞ്ചസ് പോളിനോമിയൽ സ്പ്ലിറ്റ് ചെയ്തതാണ് f of xi ഇൻറ്റു സ്മോൾ ലെറ്റർ li of x. അതിനെ റീപ്ലേസ് ചെയ്താണ് വിത്ത് ഇൻക്ലൂഡിങ് ദ സമ്മേഷൻ. ഈ ക്യാപിറ്റൽ L of x റീപ്ലേസ് ചെയ്താണ് ഇത്രയും ടേം, ഈ ബ്രാക്കറ്റിനുള്ളിൽ കാണുന്ന അത്രയും ടേം. ആൻഡ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ സമ്മേഷൻ ടേം നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ സമ്മേഷൻ i = 0 to n f of x എന്നുള്ള ടേം ഇൻ്റഗ്രലിൻ്റെ പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ബാക്കി ചെറിയ li of x dx അണ്ടർ ദ ഇൻ്റഗ്രൽ a to b എന്നുള്ള ഈ ടേമാണ് നമ്മുടെ ഈ ടേം. ഇവിടെ കാണുന്ന ടേമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ഒരു ഇൻക്ലൂഡിങ് ദ ഇൻ്റഗ്രൽ നമ്മൾ ഇതിനെ വെയിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ക്വാഡ്രേച്ചർ ഫോർമുലയും ബാക്കി വരുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഫോർമുലാസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. യൂഷ്വലി ക്വാഡ്രേച്ചർ ഫോർമുല വെച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല, ഇത്ര കാലമുള്ള ഇതിൽ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് ഇക്വേഷൻസ് ഒക്കെ എന്താണെന്നൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഈ ഒരു 3 മെത്തേഡ്സ് വെച്ചിട്ടാണ് യൂഷ്വലി നിങ്ങളുടെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഇത്രയും മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ഈ മോഡ്യൂൾ ചോദിച്ചിട്ടുള്ളത്. So numerical integration perform ചെയ്യാൻ there are 3 methods. First one is trapezoidal rule, second one is Simpson 1/3 rule, and third one is the Simpson 3/8 rule. അപ്പോൾ trapezoidal rule നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ trapezoidal rule, ഈ 3 റൂളിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ന്യൂട്ടൺ ക്വാഡ്രേച്ചർ ഫോർമുലയാണ്. അതനുസരിച്ച് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. സോ trapezoidal rule is basically it based on the Newton-Cotes formula, and it states that if one can approximate the integral as an nth order polynomial, നമ്മളൊരു nth order polynomial ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഉണ്ട്. അതിൽ തന്നെ f of x ഈസ് ഈക്വലൻ ടു fn of x. അപ്പം നമുക്ക് fn of x സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ ടൈലർ സീരീസും ചെബിഷേവ് പോളിനോമിയൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വി ഹാവ് a0 + a1x + a2x² അങ്ങനെ ഏറ്റവും അവസാനം വരെ an x⁻n എന്നുള്ള രീതിയിൽ നമ്മൾ fn of x സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്കിതൊരു nth ഓർഡർ പോളിനോമിയൽ ആണല്ലോ. അപ്പോൾ പോളിനോമിയലിൻ്റെ കേസാണ് ഈ കാണിക്കുന്നത്, ഒരു സീരീസ് പോലെ. ഹെൻസ് വി ക്യാൻ ഡിവൈഡ് fn of x ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ വി മൂവ് ഓൺ ടു ദ ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ nth ഓർഡർ പോളിനോമിയൽ എങ്ങനെയാണ് ഇൻ്റഗ്രൽ എടുക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യും. ദാറ്റ് ഈസ് വി ഹാവ് ഇൻ്റഗ്രൽ a to b f of x is equivalent to fn ഇൻ്റഗ്രൽ a to b fn of x. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ട്രപ്പീസോയിഡൽ റൂൾ അനുസരിച്ച് നമ്മൾ n = 1, n എന്നതിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഹെൻസ് വി ഗെറ്റ് ദി ഇക്വേഷൻ ആസ് f of x ഇൻ്റഗ്രൽ a to b f of x ds is equal to b - a ഇൻറ്റു f of a + f of b ഡിവൈഡഡ് ബൈ 2. എയും ബി എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് ആണ്. f of a എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക,
എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ബീൻ്റെ വാല്യൂ ഇതിലിട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെയാണ് ഈ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ട്രപ്പീസോയ്ഡൽ റൂൾ. അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ആദ്യം ഒരു കേർവ് ഉണ്ട്, എക്സ് ആൻഡ് വൈ ആക്സസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വി ഹാവ് എ കേർവ് ആൻഡ് വി ഫൈൻഡ് ഔട്ട് ദ ഏരിയ ദാറ്റ് ഇസ് അണ്ടർ ദ കേർവ്. അപ്പോൾ ഏരിയ അണ്ടർ ദ കേർവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹിയർ യു ക്യാൻ സീ എ ട്രപ്പീസോയ്ഡൽ ഫോം. ഇങ്ങനെ ട്രപ്പീസോയ്ഡൽ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്, which is equivalent to the area of the trapezoid. So here the area under the curve is a trapezoid. അപ്പോൾ നമ്മൾ ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. സം ഓഫ് പാരലൽ സൈഡ്സ് പാരലൽ സൈഡ്സ് ഏതാണ്? ഇതാണ് പാരലൽ സൈഡ്സ്, ദിസ് വൺ ആൻഡ് ദിസ് വൺ ഗോയിങ് പാരലൽ. ഈ രണ്ട് സൈഡ്സ് അല്ല പാരലൽ, അവരൊറ്റ പോയിന്റ് ദേ വിൽ ബി ഗോയിങ് ടു മീറ്റ്. ഈ രണ്ട് സൈഡ്സ് ആണ് പാരലൽ. അതുപോലെ തന്നെ ഹൈറ്റും നോക്കുക. അപ്പോൾ ഹൈറ്റ് അപ്പോൾ നമുക്ക് സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് എ ആൻഡ് ബി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും, അത് രണ്ടും ആഡ് ചെയ്തു. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ബി മൈനസ് എ, യു ക്യാൻ സീ ഇതിനെ ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വി ഹാവ് ബി മൈനസ് എ. അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോന്നിൻ്റെയും മീൻ വാല്യൂ എടുത്തു. ദാറ്റ് ഇസ് y0 പ്ലസ് y1 മൾട്ടിപ്ലൈഡ് വിത്ത് എച്ച് ഡിവൈഡ് ബൈ 2, പിന്നെ y1 പ്ലസ് y2 മൾട്ടിപ്ലൈഡ് വിത്ത് എച്ച് ഡിവൈഡ് ബൈ 2. അങ്ങനെ ആ ഒരു ഹൈറ്റും പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് സൈസും അതിൻ്റെ ബാക്കിയുള്ള ലിമിറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ ഈ ഫുള്ളൊരു ഇൻ്റഗ്രലിന് ഓരോ സ്മോൾ സ്മോൾ പീസായിട്ട് ആഡ് അപ്പ് ചെയ്യാണ് ചെയ്തത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് 1/2 h ഇൻറ്റു y0 പ്ലസ് 2 y1 പ്ലസ് 2 y2 പ്ലസ് 2 y3 പ്ലസ് 2 y4. അപ്പോൾ ഇവിടെ 2 കോമൺ എടുത്താൽ മതി, അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഹിയർ വി ഹാവ് h ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. ഇത് ഈവൺലി സ്പേസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതാണ് ട്രപ്പീസോയ്ഡൽ റൂൾ. നമ്മൾ ഈവൺലി വരുന്ന പോയിന്റ്സിന് നമ്മൾ വിഡ്ത്തും ട്രപ്പീസോയിഡത്തിൻ്റെ ഹൈറ്റും പാരലൽ സൈഡ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ എച്ച് സ്റ്റെപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ് ദാറ്റ് ഇസ് യൂസിങ് integral a to b f of x dx as the integral method. അതിൻ്റെ ഫോമുലയാണ് ഇത് 1/2 h ഇൻറ്റു y0 പ്ലസ് 2 y1 പ്ലസ് 2 y2. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോമുല എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ, പ്രൊവൈഡ് ദർ ഷുഡ് ബി h y0 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് അനുസരിച്ച് നമ്മൾ ഈ ഫോമുല തന്നെ മാറ്റി എഴുതുകയാണ് ചെയ്യാറ്. ഇപ്പം ഇവിടെ ഈ ഫോമുല ഇങ്ങനെയാണ്, ബട്ട് ഇവിടെ ഈ ഫോമുല ഇങ്ങനെയാണ്, രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ രണ്ട് ഇൻ്റർവെല്ലിൽ വരുമ്പോൾ ഉള്ള കേസാണ് എയും ബിയും കാണിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ പീസസ് ഓഫ് വൈ വാല്യൂസ് എടുത്തിട്ട് ആഡപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ അനദർ ഫോം ഓഫ് ദ ട്രപ്പീസോയ്ഡൽ റൂൾ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് 2 ഇവിടെ എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്ത് കാണാം. ബട്ട് ഈ ഒരു ഇക്വേഷനിൽ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് y0 തൊട്ട് yn മൈനസ് 1 വരെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് y0 പ്ലസ് yn ദാറ്റ് ഇസ് എ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ h/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ട്രപ്പീസോയ്ഡൽ റൂളിൻ്റെ അനദർ ഫോമാണ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന അനുസരിച്ച് യു ക്യാൻ അപ്ലൈ എനി ഓഫ് ദീസ് 3 ഫോമുലാസ്. ഒന്നെങ്കിൽ എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോമുല അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഫോമുല അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫോമുലയോ അല്ലെങ്കിൽ ഈ മേലെ കാണുന്ന ഫോമുലയോ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ വി ഹാവ് ആൻ example using trapezoidal rule. Evaluate the integral 0 to 4x e raised to 2x into dx. അപ്പോൾ ഇവിടെ എക്സ് എന്നൊരു ഫംഗ്ഷനാണ്, ഇ റേസ് ടു 2x ഒരു ഫംഗ്ഷനാണ്, ഇവിടെ പ്രോഡക്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ഷുഡ് യൂസ് ദ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, നമ്മൾ നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ വെച്ച് യൂസ് ചെയ്തതാണ് ഇവിടെ എക്സാക്ട് സൊല്യൂഷൻ ഇവിടെയാണ് കാണിക്കുന്നത്, പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ്. അങ്ങനെ ചെയ്തിട്ടാണ് ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഹെൻസ് യു ഗോട്ട് 5216.9. ഇതാണ് യൂഷ്വലി ചെയ്യുന്ന ഇൻ്റഗ്രൽ. നമ്മൾ ട്രപ്പീസോയ്ഡൽ റൂൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഇ റേസ് ടു 2x dx അണ്ടർ ദ ഇൻ്റഗ്രൽ 0 to 4 നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇക്വാലൻ്റ് ആയിട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വി ഹാവ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ബി എന്ന് പറയുന്നത് 4, എ എന്ന് പറയുന്നത് 0. സോ 4 മൈനസ് 2 ഡിവൈഡ് ബൈ 2 ആൻഡ് വി ഹാവ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 4. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഇതിൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുക്കുമ്പം വാട്ട് ഈസ് ആൻസർ? അതായത് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് മുൻപേ ഉള്ള ആ ഫംഗ്ഷൻ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. അതാണല്ലോ എഫ് ഓഫ് 0. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ഇ റേസ് ടു 0 വിച്ച് ബിക്കംസ് ഫുള്ളി 0. എഫ് ഓഫ് 4 എന്ന് പറയുമ്പം 4 ഇൻറ്റു ഇ റേസ് ടു 2 ഇൻറ്റു 4 ദാറ്റ് ഇസ് 8. അപ്പോൾ 4 ഇൻറ്റു ഇ റേസ് ടു 8. അപ്പോൾ അത് രണ്ടും കാൽക്കുലേറ്റർ ചെയ്യുമ്പം നമുക്ക് അവസാനം കിട്ടുന്നത് 2 ഇൻറ്റു 4 ഇ റേസ് ടു 8, 4 2 8. അപ്പോൾ 8 ഇ റേസ് ടു 8. അത്
കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 2384.7.66. അപ്പോൾ അത് രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ കാണാം. ഒന്ന് എക്സാക്ട് സൊല്യൂഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്തു, ഒന്ന് ട്രപ്പീസോയിഡൽ റൂൾ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഏതൊരു പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾ കാണിക്കണം. ഇനി അഥവാ എക്സാക്ട് സൊല്യൂഷൻ കാണിച്ചില്ലെങ്കിലും ട്രപ്പീസോയിഡൽ റൂൾ ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള വാല്യൂ നിങ്ങൾ എന്തായാലും കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ സിംപ്സൺ 1/3 റൂൾ. നമ്മൾ ഓൾറെഡി ട്രപ്പീസോയിഡൽ റൂൾ പഠിച്ചു. നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഫസ്റ്റ് ഓർഡർ പോളിനോമൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർവെൽ കണ്ടുപിടിച്ച് നമ്മൾ ട്രപ്പീസോയിഡൽ റൂൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ സിംപ്സൺ 1/3 റൂൾ എന്ന് പറയുന്നത് ഇതേ ട്രപ്പീസോയിഡൽ റൂളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. പക്ഷേ ഇവിടെ സെക്കൻഡ് ഓർഡർ പോളിനോമൽ വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ദ ഇൻ്റഗ്രൽ ബട്ട് ഇറ്റ് ഈസ് ഈക്വാലൻ ടു ഇൻ്റഗ്രൽ a to b f2 of x dx. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓർഡർ പോളിനോമലാണ് ഈ f2 of x എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ f2 of xനെ സെക്കൻഡ് ഓർഡർ പോളിനോമലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ. അപ്പോൾ സെക്കൻഡ് ഓർഡർ പോളിനോമൽ ആയതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ, സ്ക്വയർ ടേം വരെ ഉള്ളൂ. ട്രപ്പീസോയിഡൽ റൂളിൽ nth ഓർഡർ പോളിനോമൽ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു നമുക്ക് n വരെ ഉണ്ടായത്. ഇവിടെ സെക്കൻഡ് ഓർഡർ പോളിനോമൽ ആയതുകൊണ്ട് നമുക്ക് x സ്ക്വയർ വരെ ഉള്ളൂ. സോ ദിസ് ഈസ് f2 of x. ഇനി നമ്മൾ അതനുസരിച്ച് എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2, പിന്നെ എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2, പിന്നെ ബി എഫ് ഓഫ് ബി. അപ്പോൾ ഇവിടെ 3 പോയിന്റ്സ് ഫംഗ്ഷനാണ് വരിക. കാരണം നമുക്ക് സെക്കൻഡ് ഓർഡർ പോളിനോമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എയും ബിയും ഉറപ്പായിട്ടും വരുന്നുണ്ട്. പിന്നെ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മീൻ വാല്യൂ വെച്ചിട്ടുള്ള ഫംഗ്ഷനും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 പോയിന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 പോയിന്റ്സ് വെച്ചിട്ട് യു ക്യാൻ കാൽക്കുലേറ്റ് a0, a1, a2 ദ കോഎഫിഷ്യൻറ്റ്. So first we will assign f of a is equal to f2 of a. അപ്പോൾ നമുക്കുള്ള ആ എക്സിൻ്റെ വാല്യൂയിലേക്ക് നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഗെറ്റ് a0 പ്ലസ് a1 a പ്ലസ് a2 a സ്ക്വയർ. ഇവിടെ കണ്ടിരുന്ന എക്സിന് നമ്മൾ എ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വി ഹാവ് എഫ് ഓഫ് എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുമ്പം നമ്മുടെ എന്താണ് എക്സിന് പകരം എ പ്ലസ് ബി ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. തേർഡ് എന്ന് പറയുന്നത് എക്സിന് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. 3 ഇക്വേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ a0 a1 a2 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് a0 a1 a2 എന്നുള്ള കാര്യം ഇൻഡിവിജ്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്തത്. ഈ ഒരു ഇക്വേഷനും ഈ f2 of x എന്നുള്ള ഇക്വേഷനും കൂടി ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് കിട്ടിയതാണ് ഇത് a0 a1 a2 എന്നുള്ള ഈ ഒരു 3 ടേംസ്. ഇനി അത് വെച്ച് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വി ഹാവ് ഇൻ്റഗ്രൽ a to b f2 of x dx. അപ്പം നമ്മുടെ f2 of xൻ്റെ ഇൻ്റഗ്രൽ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്, a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ. അതിന് ഇൻ്റഗ്രൽ ചെയ്താണ്. അപ്പം ഇൻ്റഗ്രൽ ഓഫ് a0 എന്ന് പറയുന്നത് a0x, a1x എന്ന് പറയുമ്പം a1 ഉണ്ട്, എക്സിൻ്റെ ഇൻ്റഗ്രൽ x സ്ക്വയർ ബൈ 2, a2 ഉണ്ട്, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x റേസ് ടു 3 ഡിവൈഡ് ബൈ 3. ഇതിൽ ബിയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് a0 ഇൻറ്റു ബി മൈനസ് എ പ്ലസ് a1 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് a2 ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇൻ്റഗ്രൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് അവസാനം കിട്ടിയ ഇക്വേഷനാണ് ഇത്. ഇനി ആ ഇക്വേഷനിൽ നമ്മൾ a0ൻ്റെ a1ൻ്റെ a2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏറ്റവും അവസാനം കിട്ടിയാണ് ഇത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b f2 of x dx എന്ന് പറയുന്നത് b മൈനസ് എ ഡിവൈഡ് ബൈ 6 ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് 4 ടൈംസ് എഫ് ഓഫ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 പ്ലസ് എഫ് ഓഫ് ബി. ഈ ആണ് അത് ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു വലിയ ഇക്വേഷനാണ്. അത്രയും നിങ്ങൾക്ക് പ്രൂഫൊന്നും ആവശ്യമില്ല, ജസ്റ്റ് അവസാനത്തെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഒന്ന് അറിഞ്ഞു വെക്കുക, അല്ലാണ്ട് തീരെ പഠിക്കാണ്ട് നമ്മൾ എക്സാമിന് പോകരുത്. ജസ്റ്റ് ഒന്ന് 1-2 വട്ടം ചെയ്ത് നോക്കിയിട്ട് അതിന് പോവാം. യൂഷ്വലി ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, so since we have the Simpson 1/2 rule for the interval a by b is broken into 2 segments, അതിൻ്റെ സെഗ്മെൻറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് h is equal to b minus a divided by 2 ആണ്. ഓക്കെ, സോ ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സെഗ്മെൻറ്റ് വിഡ്ത്തും ബാക്കിയുള്ള കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. ആ സെയിം ഇക്വേഷൻ തന്നെ ഒന്ന് നമ്മൾ 1/3 ഫോർമുല എന്ന് പറയുമ്പോൾ അവിടെ h/3 നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടാണ് അതിനെ 1/3 സിംപ്സൺ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്സൺ എന്ന് പറയുന്ന ആളാണ് ഈ ഫോർമുല ഈ പ്രൂഫൊക്കെ കണ്ടുപിടിച്ചത്. അപ്പം അയാൾ ചെയ്ത ഈ ഒരു ഫോർമുലയിൽ 1/3 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് സൈസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയലിൽ. So since it is having 1/3 in its formula, it is called as Simpson's 1/3 rule, and this is the equation for that formula. അപ്പോൾ ഏതൊരു പ്രോബ്ലം തന്നാലും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്.
ഇനി നമ്മൾ യൂഷ്വലി ആദ്യമേ പറഞ്ഞു സിംപ്സൺ റൂൾ നമ്മൾ സെക്കൻഡ് ഓർഡർ പോളിനോമിൽ വെച്ചിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓർഡർ പോളിനോമിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു പരാബോളയാണ്. സോ ഹിയർ വി ഹാവ് ദ എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു കേർവ് ആണിത്. അപ്പോൾ ആ കേർവിൽ കൂടി പാസ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് പരാബോളയാണ് കിട്ടുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ കേർവിൽ കൂടി ആ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന കേർവ് ആണ് എഫ് ഓഫ് എക്സ്. എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ സിംപ്സൺ റൂൾ അപ്ലൈ ചെയ്ത് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആ ഒരു പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു കേർവ് ആണ്. അപ്പോൾ ഈ കേർവ് ഇസ് സിമിലർ ടു ആസ് എ പരാബോള. അപ്പോൾ പരാബോളേൻ്റെ താഴെയുള്ള ഏരിയ ആണ് നമുക്ക് സിംപ്സൺ 1/3 റൂൾ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വി മൾട്ടിപ്ലൈ ദ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കോഎഫിഷ്യൻസ് വിച്ച് ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഓഫ് എക്സ് റോ. അതിൻ്റെ സമ്മേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ സമ്മേഷൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന ഫോമുലയാണ് ഈ h/3 എന്ന് പറയുന്ന ഈ ഫോമുല. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിച്ച അതേ ഫോമുല തന്നെ അത് റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ വി വിൽ ഹാവ് വൺ ക്വസ്റ്റ്യൻ വിത്ത് സിംപ്സൺ 1/3 റൂൾ. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, വൈ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ എ ബി എച്ച് എൻ സ്റ്റെപ്പ് സൈസും നമ്പർ ഓഫ് പോയിന്റ്സും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 10 തൊട്ട് 16 വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. വൈൻ്റെ വാല്യൂ 1.02 0. അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ്. സോ വൈയുടെ വാല്യൂ അനുസരിച്ച് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം y0, y1, y2, y3, y4, y5 ആൻഡ് y6. എന്നിട്ട് നമ്മുടെ 1/3 റൂൾ ഉണ്ട്, ദാറ്റ് ഈസ് h/3. 1/3 നമ്മുടെ റൂൾ ഉണ്ട്, ദാറ്റ് ഈസ് h/3. അത് വെച്ചിട്ട് നമുക്ക് y0, y6 എന്നുള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വാല്യൂ ഇസ് y0, ഏറ്റവും അവസാനത്തെ വാല്യൂ ആണ് y6. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ബാക്കി വരുന്ന y1, y2 ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സം ചെയ്തു, പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അവസാനം h വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടാണ് നമുക്ക് 4.7233 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തു. 1/3 സിംപ്സൺ റൂൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു ടാബുലർ ഡാറ്റയും തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ ഫുള്ളി എല്ലാ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇൻ്റഗ്രൽ ചെയ്യാൻ നിൽക്കണ്ട. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇവിടെ എഴുതിയിരുന്നാൽ മതി, എന്നിട്ട് ബാക്കി ഇവിടെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ദിസ് ഇസ് സിംപ്സൺ 1/3 റൂൾ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ 3/8 റൂൾ. നമ്മൾ ട്രപ്പീസോയിഡൽ റൂളിൽ മെയിൻലി കണ്ടത് നമ്മൾ nth ഓർഡർ പോളിനോമിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സിംപ്സൺ 1/3 റൂളിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ പോളിനോമിലാണ് യൂസ് ചെയ്തത്. സോ ഇവിടെ 3/8 റൂളിൽ നമ്മൾ ക്യൂബിക് പോളിനോമിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3/8 ഒരു ഫാക്ടർ നമ്മുടെ h സ്റ്റെപ്പ് സൈസിനൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഹിയർ ഓൾസോ ക്യൂബിക് പോളിനോമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൽ കൂടി പാസ് ചെയ്യുന്ന എല്ലാ ഡാറ്റ പോയിന്റ്സിലും കൂടി പാസ് ചെയ്യുന്ന ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു കേർവ് ഉണ്ട്. നമ്മൾ ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വി ഹാവ് എൽ ഓഫ് എക്സും അതും വേറൊരു രീതിയിൽ തന്നെ ഒരു കേർവ് കൂടി പാസ് ചെയ്യുന്നുണ്ട്. സോ എവറി ടൈം വി ഹാവ് ദ സ്റ്റെപ്പ് സൈസ് എച്ചും പിന്നെ x0, x1, x2, x3 വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇവിടെ 3 എന്നുള്ള ടേം വെച്ചാണ് നമ്മൾ എല്ലാ കോഎഫിഷ്യൻസിനും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേഷൻ യൂസിങ് ക്യൂബിക് പോളിനോമിയലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ലഗ്രാഞ്ചസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് സൈസും വെച്ചിട്ട് നമുക്ക് ആ ഫോമുല ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഇസ് 3h/2 മൾട്ടിപ്ലൈഡ് വിത്ത് എഫ് ഓഫ് x0 പ്ലസ് 3f ഓഫ് x1 പ്ലസ് 3f ഓഫ് x2 പ്ലസ് f ഓഫ് x3. ഓക്കെ, അപ്പം ഇതും ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, അതിൻ്റെ പ്രൂഫായിട്ടൊന്നുമില്ല. ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉണ്ട്, അതിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് ഈ എൽ ഓഫ് എക്സ് ഉള്ള വാല്യൂ കൊടുത്ത് നമ്മൾ എച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലം യൂസിങ് സിംപ്സൺ റൂൾ ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ 0 to 4 x into e raised to 2x dx. അപ്പോൾ ഇവിടെ നമ്മുടെ അതേ ഇക്വേഷൻ തന്നെ 1/3 റൂളിൽ h/3 എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ 3/8 വരുമ്പോൾ 3h/8 എന്നുള്ള ആ ഫോമുല അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂസ് കിട്ടും. പിന്നെ ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്ന എറർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എക്സാക്ട് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ സൊല്യൂഷൻ മൈനസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എക്സാക്ട് സൊല്യൂഷൻ, അതായത് നമ്മൾ നോർമലി ഇൻ്റഗ്രൽ ചെയ്യുമല്ലോ, ഈ എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് e raised to 2x ഇൻ്റഗ്രൽ ഓൺ 0 to 4 നമ്മൾ ഓൾറെഡി എക്സാക്ട് സൊല്യൂഷൻ ഒരു പ്രോബ്ലം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം ഇപ്പോൾ കാണിച്ചു തരാം. എക്സാക്ട് സൊല്യൂഷൻ ആ പ്രോബ്ലം ചെയ്തപ്പോൾ വി ഗോട്ട് 5216.92. അപ്പോൾ ആ വാല്യൂ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 5216.92 എന്ന് പറഞ്ഞാൽ എക്സാക്ട് സൊല്യൂഷനും മൈനസ് നമുക്ക് കിട്ടിയ സൊല്യൂഷനും കൂടി മൈനസ് ചെയ്തിട്ട് പിന്നെ അത് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ നെഗറ്റീവ് പെർസെൻറ്റേജ് വരുന്നത്.
അതായത് എറർ കുറവാണ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ. ഇവിടെ അതുപോലെ തന്നെ എക്സാക്ട് സൊല്യൂഷനും നമുക്ക് ഇവിടെ കിട്ടിയ സൊല്യൂഷനും കൂടി മൈനസ് ചെയ്തു. ഡിവൈഡ് ബൈ ദ എക്സാക്ട് സൊല്യൂഷൻ വി ഗോട്ട് -30.71%. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻ്റഗ്രൽ 1/3 റൂൾ വെച്ചും 3/8 റൂൾ വെച്ചും ഹൗ വി കാൽക്കുലേറ്റ് ദ ഇൻ്റഗ്രൽ ആൻഡ് ഹൗ വി ഗെറ്റ് ദ എറർ ഫംഗ്ഷൻ. അപ്പോൾ എറർ ഫംഗ്ഷൻ നമ്മൾ കൂടുതൽ എറർ അനാലിസിസിന് വേണ്ടിയിട്ടാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ആകെ പഠിക്കേണ്ടത് ആ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ്, റൂൾസ് എന്ന് പറയുമ്പോൾ ആ രണ്ട് ഇക്വേഷൻ, ആ ഇക്വേഷൻ എങ്ങനെയാണ് പ്രൂഫും അതിൻ്റെ കാര്യങ്ങളും പഠിക്കുക, ആ ഇക്വേഷൻസ് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള, ഏതൊരു ഡാറ്റ തന്നാലും ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ആൻസറും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതാണ് ന്യൂട്ടൺ സ്കോട്ട്സ് ഫോർമുലയിലാണ് ഈ 3 റൂൾസും വരുന്നത്. നമുക്ക് ഓരോന്നിനും സ്റ്റെപ്പ് സൈസ് ഉണ്ട്. ട്രപ്പീസോയിഡൽ റൂളിൽ വരുന്ന സ്റ്റെപ്പ് സൈസ് എന്ന് പറയുമ്പോൾ b-a ആണ്. സിംപ്സൺ റൂളിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ പോളിനോമലാണ്, സോ വി ഹാവ് b-a/2. സിംപ്സൺസ് 3/8 റൂളിൽ b-a/3. അപ്പം 1/3 റൂളിൽ നമ്മൾ വെറുതെ സിംപ്സൺസ് റൂൾ എന്നും പറയും. പിന്നെ 1/3 എന്ന് എക്സ്പ്ലിസിറ്റ്ലി ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, അതിന് സിംപ്സൺ റൂൾ എന്നാണ് പറയും. അപ്പോൾ സിംപ്സൺ റൂൾ എന്ന് കണ്ടാൽ അത് 1/3 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി 3/8നെ 3/8 തന്നെ പറയും. പിന്നെ അതിൻ്റെ ഫോർമുലാസും നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമുലാസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും അത് ഏത് റൂളാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട്, കുറേ ഇക്വേഷൻസ് ഉണ്ട്, കുറേ ഇക്വേഷൻസ് കുറേ ഫോമിൽ എഴുതാനും പറ്റും. ആ ഒരു ഇക്വേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള ഫോംസിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എക്സാക്ട് സൊല്യൂഷനും നമ്മുടെ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയാണ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ വരുന്ന ട്രപ്പീസോയിഡൽ റൂളും സിംപ്സൺ റൂളും സിംപ്സൺ 3/8 റൂളും. ഇനി ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡും ഗോസ് എലിമിനേഷൻ മെത്തേഡ്സും ഇനിയും വരുന്നുണ്ട് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിലും. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനും ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിലൊക്കെ ഇനി അപ്കമിങ് വരുന്നുണ്ട് പ്രോബ്ലം. So for the time being, we come to the end of this section. Thank you.